ഒറ്റ രാത്രി കൊണ്ട് വിവാദ ഉത്തരവ് മുഖ്യമന്ത്രിക്ക് പിൻവലിക്കേണ്ടി വന്നു. ദുരന്തമുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടകയിലും ശാസ്ത്രജ്ഞന്മാർ, പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ, വിദഗ്ധർ പോകാൻ പാടില്ല, അവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല. നേരത്തെ ചൂരൽമലയുമായും വെള്ളരിമലയുമായും ബന്ധപ്പെട്ട് പരിസ്ഥിതി ദുർബല പ്രദേശമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞന്മാർ ആ റിപ്പോർട്ടുകളൊന്നും കൈമാറാൻ പാടില്ല, മാധ്യമങ്ങൾക്ക് കൈമാറാൻ പാടില്ല എന്ന ഉത്തരവാണ് ദുരന്ത നിവാരണ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത്. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർ, പരിസ്ഥിതി വിദഗ്ധർ എല്ലാവരും തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു. അതോടെയാണ് മുഖ്യമന്ത്രിയുടെ ആഫീസ് ഇടപെട്ട് ചീഫ് സെക്രട്ടറിയോട് ആ ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത്. എന്തായാലും മുഖ്യമന്ത്രി അറിയാതെ, ചീഫ് സെക്രട്ടറി വേണു അറിയാതെ അഡീഷണൽ ചീഫ് സെക്രട്ടറി അത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും എന്ന് വിശ്വസിക്കാനാവില്ല. കാരണം മാധ്യമങ്ങളോട് ഏത് സന്ദർഭത്തിലും പുലർത്തുന്ന ഒരു സമീപനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഉത്തരവ്. വയനാട്ടിലെ കാലവർഷ കെടുതിയും ഉരുൾപൊട്ടലും ഉണ്ടായ നിമിഷം മുതൽ കേരളത്തിലെയും ദേശീയ തലത്തിലെയും മാധ്യമങ്ങളെല്ലാം തന്നെ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും പുറത്തുവിട്ട സന്ദേശങ്ങളും അവരുമായി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അപകടനിലയിൽപ്പെട്ടവർ നടത്തിയ സംഭാഷണങ്ങളും രക്ഷാപ്രവർത്തനത്തെ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട്. ജീവൻ പണയം വെച്ചു തന്നെയാണ് മാധ്യമപ്രവർത്തകരും ഈ പ്രദേശങ്ങളിൽ ജോലി ചെയ്തത്. കഴിഞ്ഞ 4 ദിവസത്തിനിടയിൽ ഊണും ഉറക്കവും ഇല്ലാതെ, ഉടുതുണിക്കും മറുതുണിയില്ലാതെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വയനാട്ടിലാണ്. അപ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഏത് ദുരന്തമുണ്ടായാലും അവിടെ ഓടിയെത്തേണ്ടത് തൊഴിൽപരമായ മാധ്യമങ്ങളുടെ ബാധ്യതയാണ്, സാമൂഹികമായ ഉത്തരവാദിത്വവുമാണ്. അത് നിറവേറ്റുന്ന മാധ്യമപ്രവർത്തകരെ കറിവേപ്പില പോലെ കാണുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. കാരണം ഈ ദുരന്ത സ്ഥലങ്ങളിൽ, യുദ്ധമായാലും പ്രകൃതി ദുരന്തമായാലും, അത്തരം സ്ഥലങ്ങളിൽ ഓടിയെത്തുന്ന മാധ്യമപ്രവർത്തകന് അവൻ്റെ ജീവന്, അവനെ കാത്തിരിക്കുന്ന കുടുംബത്തിന് ഒരു സുരക്ഷയും ഇല്ല. യഥാർത്ഥത്തിൽ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഭാഗമായിട്ട് കൂടിയാണ് മാധ്യമപ്രവർത്തകർ ഓടിയെത്തുന്നത്. തോരാത്ത മഴയിൽ ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകുമ്പോൾ അതിൻ്റെ തീരങ്ങളിൽ നിന്നുകൊണ്ട് അർദ്ധരാത്രി പോലും ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും പുഴയിലൂടെയും മഴവെള്ളത്തിലൂടെയും ഒഴുകി വരുന്ന ചലനമറ്റ ശരീരങ്ങൾ കണ്ട് ഇടനിഞ്ഞ് പൊട്ടുമ്പോഴും അത് റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിൽ എത്തുന്ന മാധ്യമപ്രവർത്തകരെക്കുറിച്ച് കൂടി നാം ആലോചിക്കണം. കാരണം ദൃശ്യമാധ്യമങ്ങൾ വരുന്നതിന് മുമ്പ് അച്ചടി മാധ്യമങ്ങൾക്ക് ഇതെല്ലാം കാണാനും അവർക്ക് സമചിത്തതയോടെ റിപ്പോർട്ട് ചെയ്യാനും കുറച്ചെങ്കിലും സമയം ലഭിക്കുമായിരുന്നു. ഇന്ന് ആ സമയത്തിൻ്റെ ആനുകൂല്യവുമില്ല. ഓരോ നിമിഷവും മരണസംഖ്യ കൂടുന്നു, മലവെള്ളപ്പാച്ചിൽ കൂടുന്നു, ആ ദുരന്തത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നു. ഇതെല്ലാം തത്സമയം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രതിസന്ധി, അത് മനസ്സിലാക്കാൻ ഭരണാധികാരികൾക്ക് കഴിയണം. കാരണം ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സഹായങ്ങൾ ഒഴുകിയെത്തുകയാണ്. ഇതെല്ലാം ഒഴുകിയെത്തുന്നത് ഓരോ നിമിഷവും നമ്മുടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ, നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ, അച്ചടി മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്താണ് വയനാട്ടിൽ സംഭവിച്ചത് എന്ന് ലോകത്തെ അറിയിച്ചതുകൊണ്ടാണ്. ഈ ദുരന്തത്തിൻ്റെ ആഴം ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് കാണാതിരുന്നുകൂടാ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയാലും, പ്രിയങ്ക ആയാലും, മുഖ്യമന്ത്രി ആയാലും, മറ്റു മന്ത്രിമാരായാലും
അവരെല്ലാം സംഭവസ്ഥലത്തെത്തി ഇവരെ ആശ്വസിപ്പിച്ച് മടങ്ങുകയാണ്. പക്ഷേ മാധ്യമപ്രവർത്തകർ അങ്ങനെയല്ല. ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത 4 ദിവസത്തിന് മുമ്പ് വയനാട്ടിൽ ഈ ദുരന്ത പ്രദേശത്ത് എത്തിയ മാധ്യമപ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെയാണ്. കാരണം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരെ എത്തിയ നായ്ക്കളുടെ സഹായത്തോടെ മണ്ണിനടിയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലുമുള്ള മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ നടക്കുകയും ആരെങ്കിലും ജീവനോടെ ഈ ദുരന്ത സ്ഥലത്ത് അവശേഷിക്കുന്നുണ്ടോ എന്ന തിരച്ചിൽ തുടരുകയാണ്. അവിടെയെല്ലാം മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യവുമുണ്ട്. അപ്പോൾ അറിയാനുള്ള അവകാശം പോലെ അറിയിക്കാനുള്ള അവകാശവും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇതിനെതിരെയുള്ള ഒരു നിലപാടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഉത്തരവ്. കാരണം മാധ്യമപ്രവർത്തകർ ഇല്ലാത്ത, ഇപ്പോൾ ഇത്രയും വലിയ ദുരന്തമുണ്ടായ 330ഓളം ആൾ മരണമടഞ്ഞ, അതിലേറെ ആളുകളെ കാണാതെ പോയ വയനാട്ടിലെ ദുരന്തം പുറം ലോകം അറിയാത്ത ഒരവസ്ഥയെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അച്ചടി മാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ ഇല്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കൂ. എന്തായിരിക്കും വയനാട്ടിലെ ദുരന്തത്തിൻ്റെ അവസ്ഥ? കാരണം ഈ പുറം ലോകത്ത് നിന്ന് സഹായഹസ്തങ്ങളുമായി രക്ഷാപ്രവർത്തകരും മറ്റ് സന്നാഹങ്ങളും എത്തുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്ര സർക്കാരിനെ പോലും എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് നിസ്സാരമായി കണ്ടുകൂടാ. അതുകൊണ്ട് സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഈ ദുരന്ത ഭൂമികളിൽ എത്തുന്ന ഉദ്യോഗസ്ഥരെ പോലെ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമാണ് സന്നദ്ധ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും നടത്തുന്നത് എന്ന തിരിച്ചറിവ് നമ്മുടെ സർക്കാരുകൾക്കും സമൂഹത്തിനും ഉണ്ടാവേണ്ടതാണ്.